ഹായ് എവ്രി വൺ. കീഴാർ നെല്ലി അവിയൽ കഴിച്ചിട്ടുണ്ടോ? കീഴാർ നെല്ലി ഇട്ടുണ്ടാക്കുന്ന അവിയൽ. അതായത് എൻ്റെ വീട്ടിൽ കുറച്ച് നാളായിട്ട് കീഴാർ നെല്ലി ഇട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അവിയൽ മാത്രമല്ല, അത്യാവശ്യം ചില കറികളിലൊക്കെ അമ്മ കീഴാർ നെല്ലി ഇടാറുണ്ട്. അപ്പോൾ കീഴാർ നെല്ലി എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് കീഴാർ നെല്ലി. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ സൈഡിലും അതുപോലെ പറമ്പിലും ഒക്കെ കീഴാർ നെല്ലി ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും എല്ലാ വീടുകളിലും കാണും. നമ്മുടെ പറമ്പിലൊക്കെ തനിയെ കിളിച്ചു വരുന്നൊരു ചെടിയാണ്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ എൻ്റെ പപ്പ പറഞ്ഞു കീഴാർ നെല്ലിക്ക് നമ്മുടെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കിഡ്നിയെ സംരക്ഷിക്കാൻ വേണ്ട ചില ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. അത് കാരണം ഇത് അവിയൽ ഉണ്ടാക്കുമ്പോൾ, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ പക്ഷെ അങ്ങനെ അധികം വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത ആളാണ്. വെജിറ്റബിൾസ് കഴിക്കും, റോ വെജിറ്റബിൾസ് കഴിക്കും. പക്ഷേ വെജിറ്റേറിയൻ ഫുഡ്, തോരൻ, സാമ്പാർ, അവിയൽ അങ്ങനെ അതൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അവിയൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്തൊരു ഇല കിടക്കുന്നു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് കീഴാർ നെല്ലിയാണ്, നിങ്ങളാരും അറിയാതെ ഞാൻ രഹസ്യമായിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, ഒരു ചൊവയില്ല, ഒന്നും ഇല്ല. അപ്പം കീഴാർ നെല്ലി അവിയൽ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഞാനല്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഇന്ന് ഞാൻ കിച്ചണിലോട്ട് വന്ന് നോക്കിയപ്പോൾ എന്താ ഒരു പാത്രത്തിൽ കുറച്ച് കീഴാർ നെല്ലി കിടക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നിവിടെ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. എൻ്റെ വീട്ടിൽ ഇതുപോലെ അടുക്കളയുടെ സൈഡിലൊക്കെ കുറേ കീഴാർ നെല്ലി നിപ്പുണ്ട്. അമ്മ ഇങ്ങനെ അത് കറിക്കകത്തിലൊക്കെ ചേർക്കും. മെയിനായിട്ട് അവിയലിലാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗവിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം, അവിയലിന് വേണ്ട കഷ്ണങ്ങളെല്ലാം അത് അവിടെ വെന്തോണ്ടിരിക്കുന്നുണ്ട്. അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തു എന്നുറപ്പായപ്പോഴത്തേക്കിന് അമ്മ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ തണ്ട് വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് ഇലകളൊക്കെ നമ്മുടെ അവിയലിനകത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പ എവിടെയോ വായിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ കറിക്ക് അതിലൊക്കെ ചേർക്കാമെന്ന്. അങ്ങനെ ഇവിടെ ചേർത്ത് തുടങ്ങിയതാണ്. എനിക്കും പിന്നെ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ടേസ്റ്റാണ്. വേറെ ചൊവയോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ഇല്ല. അവിയൽ വെക്കാൻ വേണ്ടി കഷ്ണങ്ങളൊക്കെ ഗ്യാസിൽ വെക്കുമ്പോൾ നമ്മൾ ഇതിടണമെന്നില്ല. കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തതിന് ശേഷം മാത്രം ഇത് ചേർത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതുപോലെ. അല്ലെങ്കിൽ ഇത് ഓവർ കുക്ക്ഡ് ആയിട്ട് ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെടുത്തില്ല. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം പോയി വെറും ഇല മാത്രമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനിടയ്ക്ക് ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഇവിടെ അവിയലും റെഡിയായി. പപ്പയും അമ്മയും ഫുഡ് കഴിക്കാനും തുടങ്ങി. അവരുടെ പോർഷൻ അവിയൽ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും എനിക്ക് വേണ്ട അവിയലെടുത്തു. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് കൊഞ്ച് ഫ്രൈ ആയിരുന്നു. ഫ്രൈ അല്ല, ശരിക്കും ഇത് റോസ്റ്റ് പോലെ വെക്കാനാണ് നോക്കിയത്. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തു. പിന്നെ ചോറിൻ്റെ കൂടെ ഇന്ന് 7 കൂട്ടം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പയർ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, കൊഞ്ചുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ചോറ് കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയതിന് ശേഷം. പിന്നെ ഈ അവിയൽ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ചെറിയ വീഡിയോ ആയിരുന്നു. ഈ കീഴാർ നെല്ലി അവിയലിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്